പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് ഓഫ് ഡേ ആയിരുന്നേ. അപ്പം ഞങ്ങളിത് വാമിനെയും കൊണ്ട് ചുമ്മാ വാമിനെ ഒന്നും സ്കൂളിൽ വിട്ടില്ല, കൃഷി വിട്ടില്ല. ഇവിടെ ശരിക്കും സ്കൂള് വെക്കേഷനാണ്. പക്ഷെ വാമിക്ക് സ്കൂളുണ്ട് എല്ലാ ദിവസവും, പബ്ലിക് ഹോളിഡേയും വീക്കെൻഡ് ഒഴിച്ച്. അപ്പോൾ വാമിനെ കൊണ്ട് ഞങ്ങളിതേ ഒന്ന് ചുമ്മാ കറങ്ങാൻ വന്നു. എവിടെ വന്നിരിക്കുന്നതെന്നല്ലേ ഇപ്പൊ കാണിച്ചു തരാവേ. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ, ഒരു 15 കിലോമീറ്റർ ദൂരെ ഇത് ജിറാഫ് ഹൗസ് കേട്ടോ. ജിറാഫ് ഹൗസ് ഇതൊരു പിക്നിക് സ്പോട്ടും പിന്നെ മെയിൻലി പിള്ളേരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ജിറാഫുകളൊക്കെ ഉണ്ട്. അപ്പോൾ ജിറാഫിനെ ഫീഡ് ചെയ്യിക്കാൻ നമുക്ക് നമ്മൾ ഇവിടെ കാർ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഇവിടെ അല്ലാതെ കുറെ പെറ്റ്സിനെ വെച്ചിട്ടുണ്ട്, പെറ്റ്സും അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട് കേട്ടോ. പിള്ളേർക്കൊരു സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ഇവിടെ എഴുതി വെച്ചിരുന്ന ആഫ്രിക്കൻ ഗ്രീൻ പീജിയൻ കേട്ടോ. വാമി പ്രാവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു പച്ച കളറുള്ള ഒരു പീജിയൻ ആണ് ഇത് ഉണ്ടോ, ആഫ്രിക്കൻ പീജിയൻ ആട്ടോ. ഞങ്ങളിത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുവാണ്. ഇവിടെ എത്രയാ ടിക്കറ്റിന്റെ റേറ്റ്? വലിയ കാര്യമായിട്ട് റേറ്റ് ഒന്നുമില്ല, 80 റാൻഡ് എന്തോ കേട്ടോ. ഇവിടെ ചുമ്മാ കുറെ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയൊരു പാർക്കാണ്, നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വന്നു. ഇവിടെ ടിക്കറ്റ് എടുത്തു, ജിറാഫ് ഹൗസിലേക്ക് കയറി കേട്ടോ. ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ, വെൽക്കം ജിറാഫ് ഹൗസ്. ഇവിടെ അതിന്റെ റൂട്ട് മാപ്പ് ഇട്ടിട്ടുണ്ട്. ചെറിയൊരു പാർക്ക് കേട്ടോ ഇത്. ശരിക്കും മെയിൻലി പിള്ളേരുടെ പിക്നിക് സ്പോട്ടും. പിന്നെ ഇന്നിവിടെ തിരക്കെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്ന് സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട്, ഇവിടെ ആനുവൽ വെക്കേഷൻ ആണ്. അപ്പം ടൈം കഴിയുമോ അതിന്റെ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. ഇന്ന് വീക്ക് ഡേ ആണ്, വീക്കെൻഡ് ഒന്നല്ല, വീക്ക് ഡേ ആണ്. വ്യാഴാഴ്ചയാണ് ഇന്ന്. എന്നാലും നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറന്റ് ഉണ്ട്, കോഫി ഹൗസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കോഫി ഒക്കെ കുടിക്കാം ഇവിടെ ഇരുന്ന്. ഇവിടെ എന്തോ സംഭവം ഉണ്ട്. ഇവിടെ എന്താ ഫേസ്ഡ് ഡക്ക് ഉണ്ട്. പിന്നെ ഓക്കെ ഇവിടെ ഒരു ഡക്ക് കണ്ടോ, ചെറിയ ഡക്കുകൾ, കുറച്ച് ഡക്കുകൾ ഉണ്ട്. അപ്പം പിള്ളേർക്ക് അതൊരു റിലാക്സേഷൻ ആയിരിക്കും. അതാണ് മെയിൻ ആയിട്ട് ഇവിടെ ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ആമ കണ്ടോ, വലിയൊരു ആമ ഇവിടെ ഉണ്ട് കണ്ടോ. ഒരു മുട്ടൻ ആമ ഇവിടെ കിടക്കുന്നുണ്ടോ. പിന്നെ ഇവിടെ ഒരു സാധനം ഉണ്ടേ, അത് കണ്ടോ, ഇതെന്താ മാൻ പോലത്തെ ഒരു സാധനം. കാണിച്ചു തരാം അടുത്തൊന്ന്. ഇതെന്തോ ഒരു സാധനമാണ്. ഇത് മാൻ പോലെ ഇരിക്കുന്നത്, ഒരു പതുങ്ങിയ നിൽക്കുന്നത്, കാലെല്ലാം ഭയങ്കര തിന്നായിട്ടിരിക്കുന്നത്, ബോഡി ഒരു ഇത്തിരി വലുതാണ്. അതായത് ഒരു എലിയുടെ ഷേപ്പാണ് മുഖം കാണാനായിട്ട് കേട്ടോ. പക്ഷെ ബോഡി കാണാനായിട്ട് ഒരു മാനിന്റെ പോലെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു അത്യാവശ്യം നല്ല വലിയൊരു സൈസ് സാധനം കേട്ടോ. ഇത് കണ്ടോ, ഒരു വെറൈറ്റി ലുക്ക്. ഈ ആഴ്ചയിലെ വെതർ ഇത്തിരി തണുപ്പ് കൂടുതലാണ്. ഇവിടെ ഇത്തിരി വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഒരു 8 ഡിഗ്രി 7 ഡിഗ്രി അങ്ങനെയൊക്കെ നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് വാമിന് ജാക്കറ്റൊക്കെ ഇടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വാമി ഇവിടെ ഓടി നടന്ന് തുടങ്ങിയിട്ടുണ്ട്. വാമിനെ മൃഗങ്ങളെ ഇനി കാണിച്ചു കൊടുക്കണം. ഇവിടെ ഫീഡിങ് ടൈം എത്ര മണിക്കാണ് നടി പറഞ്ഞത്? ഫീഡിങ് ടൈം ഉണ്ട് കേട്ടോ ജിറാഫിന്. 2 ഓക്കെ, 1:45 ഫീഡിങ് ടൈം പറഞ്ഞേക്കുന്നത്. ഇവിടെ കുറെ മൃഗങ്ങളുടെ തലയോട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനർത്ഥം ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ മൃഗങ്ങളുണ്ട്. ഇവിടെ എന്താ മൃഗങ്ങളുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഉള്ളില് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഇവിടെ എന്തോ പന്നി കേട്ടോ. അവിടെ പന്നി കിടക്കുന്നുണ്ട്. വാമി ഇവിടെ പന്നി കിടക്കുന്നു. മറ്റേ കൊമ്പുള്ള പന്നിയില്ലേ, കാട്ടുപന്നി. കാട്ടുപന്നി കിടക്കുന്നുണ്ടോ? ഇത് കണ്ടോ കാട്ടുപന്നി. ഞാൻ ഇത്തിരി സൂം ചെയ്ത് കാണിച്ചട്ടെ. ഇത് കണ്ടോ കാട്ടുപന്നി, നോക്കി. അതിന്റെ കൊമ്പൊക്കെ കണ്ടോ, എന്നാ സാധനല്ലേ. ഉറങ്ങുവാ, നല്ല ഫുഡ് അടിച്ച് ഉറങ്ങുവാന്ന് തോന്നുന്നു. കണ്ടോ, വാമീനെ ഞങ്ങൾ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും കേട്ടോ. അല്ല വാമി, ഇവിടെ ഒരു ചെറിയൊരു കഫ്തീരിയ. ഇവിടെ കുറെ ബെഞ്ചും ഡെസ്കുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഇതിന്റെ ഉള്ളിൽ കോഫി ഷോപ്പ് ആട്ടോ. കോഫി ഷോപ്പ്, ചെറിയ രീതിയിൽ സ്നാക്സ് ഒക്കെ കിട്ടും. ചെറിയ രീതിയിൽ കാപ്പിയും അല്ലെങ്കിൽ ഡ്രിങ്ക്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടവർക്ക്. ഇവിടെ ചെറിയ എലി, പെറ്റ് എലിയില്ലേ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഡോണ്ട് ഫീഡ് ഫിംഗേഴ്സ് ടു ദ അനിമൽസ്. കണ്ടോ, ഇവിടെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. അവിടെ എന്തോ ഷോ ഉണ്ട് എന്ന് പറഞ്ഞത്. എന്ത് ഷോ ആണെന്ന് അറിയത്തില്ല, അവിടെ ചെല്ലുമ്പോൾ അറിയാം നമുക്ക്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കിടന്നു കഴിഞ്ഞപ്പം ഇവിടെ എന്തോ ഷോ ഉണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ കുറെ വെറൈറ്റി രീതിയിലുള്ള പക്ഷികളൊക്കെ കാണാം കേട്ടോ. വെറൈറ്റി രീതിയാണ്. ഇതിന്റെ പേര് ലേഡി ഫിസന്റ് എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മിക്കതും നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് ആ കിളീനെ കാണാൻ. അതിനേക്കാളും ഇതാണ് നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ ആമകള് ഇവിടെ കാണാം. ഇത് കണ്ടോ, ചെറിയ ആമകള് ഫുഡ് കഴിക്കുന്നുണ്ടോ. ഹലോ മാമി, ആമ ഇവിടെ സ്പൈഡർ ഉണ്ട് കേട്ടോ. സ്പൈഡർ ഇരിക്കുന്നുണ്ടോ. ഇതൊക്കെ നല്ല വിഷമുള്ള ഇനം സ്പൈഡർ ആയിരിക്കാം മിക്കതും.
ഇവിടെ എന്താ ദേ തവള. മാമി ദേ ഫ്രോഗ്. ഫ്രോഗ്. മാക്രോ മാക്രോ മാക്രോ. എവിടെ ദേ 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 തവള. ദേ തവള തവള. ഓ തട്ടരുതെന്ന് തുടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫ്രോഗ്, വെറൈറ്റി രീതിയിലുള്ള ഫ്രോഗ്. പിന്നെ തവള അങ്ങനെ അനങ്ങത്തില്ലടി. തവള അങ്ങനെ അനങ്ങത്തില്ല. ദേ ഇവിടെ ദേ സിൽവർ ഫെസന്റ് ദേ ഇത് കണ്ടോ, നേരത്തെ കണ്ടില്ലായിരുന്നോ ആ കിളിയുടെ തന്നെ വെള്ള കളറുള്ളത്. വാവ്, നല്ല രസമുണ്ടല്ലേ. ഇവിടെ ദേ ഗോൾഡൻ, അതിന്റെ ഗോൾഡൻ. ഓ ഇത് സെറ്റായിട്ടോ. ഗോൾഡനെ കാണാൻ എന്ത് ഭംഗിയാ നോക്കി, അടിപൊളി ഗോൾഡൻ. ഈ ഗോൾഡന്റെ കൂടെ അതിന്റെ വെറൈറ്റി എനിക്കതും വേറെ രീതിയിലുള്ള കിളികളെ വിട്ടിട്ടുണ്ട് കേട്ടോ അവര്. വാവ്. പിന്നെ ദേ ഇവിടെ ദേ കുറെ പാറ്റകളൊക്കെ ഇട്ടിട്ടുണ്ട്. പാറ്റ, വെറൈറ്റി രീതിയിലുള്ള പാറ്റകളാണേ, കണ്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇതിന്റെ ഉള്ളിൽ എന്തോ സാധനം, ഇതിന്റെ ഉള്ളിൽ ക്രാബ്സ് ആണ്. ഇവിടെ എഴുതി വെച്ചേക്കുന്ന ക്രാബ്സ് ഉണ്ടെന്നാണ്, ഫ്രഷ് വാട്ടർ ക്രാബ്സ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒരു മീനെ കണ്ടു. ക്രാബ്സ് ഓക്കെ, ഇതേ അതിന്റെ ഉള്ളിൽ ഇതേ കണ്ടോ, അതിന്റെ ഉള്ളിലുണ്ട്. സോറി, ഞാൻ അതിൽ തൊട്ടായിരുന്നു. ക്രാബ്സ് അതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ ഇവിടേക്ക് വരുമ്പം ഇതിന്റെ ഉള്ളില് എന്താ, റിംഗ് നെക്ക്. ഓക്കെ, റിംഗ്. വാവ്, അതെന്നാ കിളി മാമി, കിളി ബേറ്റ്സ്. അതിന്റെ ഉള്ളിൽ നോക്കി. വാവ്, അതിന്റെ ലുക്ക് കണ്ടോ, അതിന്റെ ലുക്ക് വെറൈറ്റി ആയിട്ടുണ്ടേ. ഇതിന്റെ ഉള്ളിൽ വേറെ അതിനിട്ട് എടുക്കുന്ന ഫീഡെല്ലാം കഴിക്കാനായിട്ട് കുഞ്ഞിക്കിളികളും വന്നിരിക്കുന്നുണ്ട് കേട്ടോ. വേറെ കുറെ കുഞ്ഞിക്കിളികളും ഉണ്ട്. അത് മിക്കതും ഇതിന്റെ ഇവിടെ നെറ്റ് ഇട്ടിട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നടക്കാം. ഇവിടെ എന്തോ ഷോ ഉണ്ട് എന്ന് പറഞ്ഞത് 1 o'clock. ഇപ്പൊ ജസ്റ്റ് ഒരു 5 minutes. മറ്റേ സാധനം മാമി, മറ്റേ സാധനം, ആ പൂച്ച പോലത്തെ, പൂച്ചയല്ലല്ലോ, മറ്റേ ചീറ്റപ്പുലി പോലത്തെ ഒരു സാധനം ഇല്ലേ, അതാണ്. ഇതിന്റെ പേരെന്നാ സെർവാൾ. നിനക്ക് ഓർമ്മയുണ്ടോ ഈ മീനും? നമ്മളെ അതിന്റെ കൂടെയാണ് നിന്നിട്ട് എൻകൗണ്ടറിന് പോയത് അല്ലെ, എൻകൗണ്ടറിന് പോയത് ആ സാധനത്തിന്റെ. അതുകൊണ്ടോ, അതൊരു പുലി പോലത്തെ ഒരു സാധനമാണ്, ചീറ്റപ്പുലി പോലത്തെ. ഞാൻ കാണിച്ചു തരാം, ഒന്ന് സൂം ചെയ്ത്. കണ്ടോ, കാണുന്നില്ലേ, കണ്ടോ, തനി ചീറ്റപ്പുലി പോലെ, പുള്ളിപ്പുലി പോലെ ഉണ്ടോ ഇരിക്കുക അതേക്ക്. പക്ഷെ മുഖം കാണാനായിട്ട് പൂച്ചയുടെ പോലെ ഉണ്ടാകും, ബോഡി കാണാനായിട്ട് ഒരു പുലിയുടെ പോലെയും, മുഖം ശരിക്കൊരു പൂച്ചയുടെ ഒരു മുഖമാണേ. ആള് ഡേഞ്ചറാണ് ഇതില്. പക്ഷെ അതിന്റെ കൂടെ ഒക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ അടുത്ത് ടച്ച് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയ വേറെ പാർക്കില് ടച്ച് ചെയ്യാനൊക്കെ പറ്റും. ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ, ടച്ച് ചെയ്യാനൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ ടച്ച് ഒക്കെ ചെയ്തിരുന്നുണ്ട്. വാമിനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും കേട്ടോ. അത് മാമി എവിടെ, വലിയ പൂച്ച, വലിയ പൂച്ച എവിടെ എവിടെ അപ്പൊ ഇതിന്റെ ഉള്ളില് എന്തോ ഷോ ഉണ്ട് എന്നാട്ടോ പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്ത് ഷോയാന്ന് അവിടെ നിൽക്കുന്ന ആള് പറഞ്ഞില്ല. എനിവേ, എന്ത് ഷോ ആണെങ്കിലും നമുക്ക് ഇപ്പൊ ഇവിടെ ചെല്ലുമ്പോ കാണാം. ഇവിടെ കണ്ടോ, മൂങ്ങ ഇരിക്കുന്നു, മൂങ്ങ കണ്ടോ, വെള്ളിമൂങ്ങ. വാവ്, അതിന്റെ ലുക്ക് നോക്കി, എന്റെ അമ്മ, അടിപൊളി ലുക്ക്. നോക്കിയേ, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുവായിരുന്നു, ഇപ്പൊ ആ മുഖം അങ്ങോട്ടേക്ക് തിരിച്ചു. അതിന്റെ ലുക്ക് തന്നെ അടിപൊളി ലുക്കാട്ടോ, സൂപ്പർ. ഒരുത്താൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ഇത്ര നേരം, അതും അങ്ങോട്ടേ തിരിഞ്ഞു. ഇവിടെ ഇഷ്ടം പോലെ മൂങ്ങിയുണ്ട് കേട്ടോ. വാവ്, എല്ലാം കണ്ണടച്ചിരിക്കുക. ഇതിന്റെ ഉള്ളിൽ ഷോ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ചെന്നിട്ട് ഇരിക്കാട്ടോ. ഇവിടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഇരിക്കും. ആ പുള്ളിക്കാരി തൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. മാമി തൊടുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം എന്തായാലും. Well done. She's just like, what is that? There we go. Oh, wow. You guys want to have a go? Mami? മുള്ളമ്പന്നിയാണോ അത്? അല്ലേ, പുള്ളിക്കാരി കാണിക്കാന്ന് പറഞ്ഞത് തവളേനെയാണ് അല്ലേ. Shoot that water out of his bum. This big boy does not use the conventional way of finding food. Now, how do frogs usually catch their foods? They do, so they breathe through their little noses, but they also breathe through their skin, which means their skin is incredibly sensitive. This is why I sprayed my hands before I picked him up. Because I work with a variety of other animals, I want to make sure there's no germs on my hands that could make him sick. അതുകൊണ്ട് സ്പൈഡറിനെയാണ്.
Charlotte is used to working with people, but if she did not want to work, she'd make it very obvious. Spiders are actually incredibly important animals because they control the insects that we do not want in our houses. Spiders and such, they are attracted to our bathrooms in search of water. But unfortunately, because they cannot climb out of the bath, they end up getting stuck. That is when a good old-fashioned catch cup and piece of paper comes in handy. Very well known for their personalities. And they have a very interesting way of attracting a girlfriend. You guys want to say hi? So if one of the boys wants to impress the girls and find himself a girlfriend, he will actually do push-ups to show the girls how big and strong he is. And if she likes him, then she will wave. If not, she will ignore him and he will have to try his luck somewhere else. Eat, drink or touch it and it makes you sick. It is poisonous. If it bites or stings you and you feel sick, then it's venomous. She is what we call a constrictor. So what she does is she grabs hold of her prey, wraps herself around it, and she squeezes it until it's no longer alive. Alright, so that being said, should you ever pick up a snake in the wild? Alright, you guys, so this big boy is Scar, and Scar is a young Burmese python. As this boy does not eat children, that's our crocodiles. They love to eat the naughty children. Alright, so this size, he will be catching large rats, small monkeys, piglets, rabbits, and chicken-sized birds out in the wild. Remember, their jaws are extremely elastic. They're incredibly tough animals. A 6-meter-long Burmese python has almost no natural predators. So imagine a 6-meter-long snake gets into our wilds. Our little bookies, like the Dakers, the Thais bookies, the Steer bookies, our brown hornbills, our monitor lizards, our monkeys, they would all just end up gone because these guys would be feeding on them. The bigger you get, the bigger food you need, right? So that is unfortunately. Oh, please drive safe. We'd like you to come visit again. And if you would so like, you are welcome to come over one at a time. You can touch him gently on his body. Just please bear in mind not to touch his head. He can get a fright and we would rather be safe than sorry. Alright, but thanks guys, you've been awesome. I hope you enjoyed it. ഇവിടെ കണ്ടോ എല്ലാരും ദേ തൊടാനായിട്ട് അവസരം കൊടുക്കുന്നുണ്ട്. എല്ലാരും ദേ പിള്ളേരൊക്കെ വന്ന് പാമ്പിനെ തൊട്ട് നോക്കി കണ്ടോ. വാവ്. They don't go under the water. Sometimes they can run on the surface, but they do want to drink water. കണ്ടോ പാമ്പിനെ കണ്ടോ. No, I don't think so. അടിപൊളി ഷോ ആയിരുന്നു കേട്ടോ. ഒരു ചെറിയ ഷോ ആയിരുന്നു. പിള്ളേരെല്ലാരും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. മാമിയുടെ പ്രായം ഇതായതുകൊണ്ട് മാമിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത്യാവശ്യം വലിയ പിള്ളേരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഷോ അല്ലേ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഷോ? തൊടാൻ പറ്റിയില്ലെന്ന്. എന്തിനാ പാമ്പിനെ? ബാക്കിയെല്ലാത്തിനും തൊട്ടായിരുന്നോള്. മാമി നീ എന്തെങ്കിലും തൊട്ടോ? എന്തിനും തൊട്ടോ? തവളേനെ തൊട്ടോ? എന്തിനു തൊട്ടെ? മാമി അവിടെയുള്ള മെറ്റലെല്ലാം വാരിയിട്ട് അവിടെ കൈ മൊത്തം മെറ്റലാട്ടോ. ഇനി എന്താ സാധനമുള്ളേ? ദേ ഇവിടെ ദേ മൂങ്ങിയിരിക്കുന്ന കണ്ടായിരുന്നോ? മാമി മൂങ്ങിയിരിക്കുന്ന കണ്ടോ? ദേ ഇവിടെ ദേ പാമ്പ് പാമ്പ് കണ്ടോ? ഇവിടെ ദേ ബ്ലാക്ക് മാമ്പ. ബ്ലാക്ക് മാമ്പ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കയിലെ നല്ല വിഷമുള്ള മാമ്പാട്ടോ ബ്ലാക്ക് മാമ്പ. ദേ ഇവിടെ ദേ ഇതാണ് ബ്ലാക്ക് മാമ്പ. മീനു ഇതാടി ബ്ലാക്ക് മാമ്പ.
കണ്ടോ, ഇതാണ് ബ്ലാക്ക് മാമ്പ. കണ്ടോ, നല്ലൊരു അടിപൊളി ഒരു വാചകം എഴുതിയിട്ടുണ്ട്, ദ വേൾഡ്സ് മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽ. അപ്പൊ നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇവിടെ ദേ ഒരു കൂടാരം കണ്ടോ. ഈ കൂടാരത്തിന്റെ ഉള്ളിൽ നോക്കി കഴിയുമ്പോൾ അവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്, അതിൽ നമ്മളെ തന്നെ കാണുന്നത്. അതായത് നമ്മളാണ് വേൾഡ്സിലെ ഡേഞ്ചറസ് അനിമൽ എന്നാണ് പറയുന്നത്. എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കുറെ ആൾക്കാരെ മീൻസ് കുറെ അനിമൽസിനെയും എല്ലാത്തിനെയും നമ്മൾ കൊന്നൊടുക്കി. അതുകൊണ്ടാണ് നമ്മൾ വേൾഡ്സിലെ ലാർജ് മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽ എന്ന് പറയുന്നത്. ഇതേ കണ്ടോ, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നമ്മൾ വിചാരിച്ച ആദ്യം വന്നപ്പോൾ തന്നെ വിചാരിച്ചു ഇത് കണ്ടു കഴിഞ്ഞപ്പം മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽ എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ വിചാരിച്ചു ഏതോ ഒരു സെറ്റപ്പ് അനിമൽ ആയിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് നമ്മൾ തന്നെയാണ്. ഇവിടെ വേറെ പാമ്പുണ്ട്, ഗ്രീൻ മാമ്പ. എവിടെ എഴുതിയിട്ടുണ്ട് ഗ്രീൻ മാമ്പ. കണ്ടോ, ഗ്രീൻ മാമ്പ പച്ച കളറിലുള്ളതാണ്, ഇതും നല്ല വിഷമുള്ളതാണ്. ഇവിടെയും വേറെ വെറൈറ്റി രീതിയിലുള്ള പാമ്പ്. ഇത് അതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, ഇതെല്ലാം വിഷമുള്ള പാമ്പാണ്. ഇത് ബൂം സ്ലാങ് എന്നാണ് ഈ പാമ്പിന്റെ പേര് കേട്ടോ. ബൂം സ്ലാങ് കണ്ടോ, ബൂം സ്ലാങ് എന്നാണ് ഈ പാമ്പിന്റെ പേര്. ഇവിടെ കിടക്കുന്നുണ്ട്. അടുത്തത് കേപ്പ് കോബ്ര. കേപ്പ് കോബ്ര ഉണ്ട് കേട്ടോ ഇവിടെ. കേപ്പ് കോബ്ര എന്ന് പറയുന്നത് ഇതാണ് ഐറ്റം. കണ്ടോ, കേപ്പ് കോബ്ര കണ്ടിട്ടും ഒരു ചെറിയ കോബ്ര അല്ല. ഇവിടെ പഫ് ആഡർ. പഫ് ആഡർ എന്ന് പറയുന്നതും ഓക്കെ ഇതാണ്. ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല വീഡിയോയിൽ എടുക്കുമ്പോഴേ, കാരണം ഇവിടുത്തെ ഈ ഗ്ലാസിന്റെ ഉള്ളില് ലൈറ്റ് ഒരു റെഡ് കളറുള്ള ലൈറ്റ് ആണ് ഇത് ഇതാക്കുന്നത്. ഓ, എന്ത് തിളക്കം നോക്കി ഈ പാമ്പ് കണ്ടോ. ഇതിന്റെ പേര് മോൾ സ്നേക്ക്. മോൾ സ്നേക്ക് എന്നാണ് അതിന്റെ പേര്. ഇത് നല്ല ബ്ലാക്ക് കളറിലാട്ടോ. എനിക്ക് നന്നായിട്ട് തിളങ്ങും ആ പാമ്പ്. അയ്യോ, ഇതിനെ കണ്ടിട്ട് പേടിയാകുന്നുണ്ട്. നല്ല ഡേഞ്ചർ പാമ്പാണത്. ഈ പുള്ളിക്കാരി ഈ സാധനങ്ങളെല്ലാം ഇതിന്റെ ഉള്ളിലേക്ക് കിടത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നൈൽ ക്രൊക്കഡൈൽ. നൈൽ ക്രൊക്കഡൈല് ഇവനാണ്. ക്രൊക്കഡൈല് ഇവിടെ ഗ്ലാസ്സിൽ തൊടാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ക്രൊക്കഡൈൽ നോക്കി, വാവ്, സെറ്റല്ലേ, അടിപൊളി സാധനം കേട്ടോ. രണ്ട് ചെറിയ മാൻ ഇരിപ്പുണ്ട്. ചെറിയതല്ലടി, മാനല്ലേ, മാൻ പോലത്തെ ഒരു മാൻ വർഗത്തിൽ പെട്ടതാണല്ലോ. മാൻ വർഗത്തിൽ പെട്ട സാധനം തന്നെയാ. അടിപൊളി. കണ്ടോ, അതെന്നാ മാമി, അതെന്നാ അത് ഇല്ലാട്ടോ. നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജിറാഫ് പാർക്കിൽ വന്നിട്ട് നമ്മൾ ജിറാഫിനെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ജിറാഫിന് 2 മണിക്ക് ഫീഡിങ് ഉണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് ആ സമയത്തേക്ക് അവിടെ ചെല്ലാം. എന്തായാലും ഇവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ കേപ്പ് ഗ്രേസ് ബോക്ക്. ഓക്കെ, ഗ്രേസ് ബുക്ക് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അത് എഴുതി വെച്ചേക്കുന്നത് കണ്ടോ, പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഓ, നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല. അത് എഴുതി വെച്ചേക്കുന്ന കേപ്പ് ഗ്രേസ് ബോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. അതായത് നമ്മുടെ സ്പ്രിംഗ് ബോക്ക് പോലത്തെ സാധനം. അത് നമ്മുടെ സ്പ്രിംഗ് ബോക്ക് പോലത്തെ സാധനം കേട്ടോ. ഇവിടെ വേൾഡ് കാറ്റ്സ് ഓഫ് ആഫ്രിക്ക. ഇവിടെ എഴുതിയേക്കുന്ന കാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരത്തിൽപ്പെട്ട കാറ്റിന്റെ അനിമലാണ്. എവിടെ എന്താ എന്നാ സാധനം? അതൊരു അനിമല്, അതായത് ഉച്ചവർഗത്തിൽപ്പെട്ട ഒരു അനിമലാട്ടോ. ഉറങ്ങും. അത് ചെറിയ ഇളം വെയിലൊക്കെ കൊണ്ട് ഉറങ്ങുവാണ്. ഇതിന്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് സാധനം. ഇവിടെയും വെറൈറ്റി രീതിയിലുള്ള കുറച്ച് പക്ഷികൾ ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടോ, നല്ലൊരു ക്യൂട്ട് പക്ഷി ഇരിപ്പുണ്ട്, വെള്ള കളറില്. അങ്ങനെ ഇങ്ങനെ വരുമ്പം നമ്മളിങ്ങനെ നോക്കുമ്പം ഇത് പെട്ടെന്ന് ഒറിജിനൽ റിയൽ സീബ്രയാന്ന് വിചാരിക്കും. പക്ഷെ അത് റിയൽ സീബ്ര അല്ല, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സീബ്രയാണ്. വാമീനെ എൻജോയ് ചെയ്യാൻ കൊണ്ടുവന്നിട്ട് ശരിക്കും വാമി എൻജോയ് ചെയ്തു കേട്ടോ. വാമി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ജിറാഫിനെ കൂടി കാണിക്കണം. ജിറാഫിനെയാണ് വാമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. വാ വാമി, ഞങ്ങൾ ഇങ്ങോട്ട് പോവാട്ടോ. അപ്പൊ ജിറാഫിനെയാണ് കാണിക്കാൻ വേണ്ടി വന്നത്. ജിറാഫ് അങ്ങപ്പറയാണ്. അതിനു മുമ്പ് നമുക്ക് ഇവിടെ കുറച്ച് കുരങ്ങൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്നാണ് മീന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടു എന്നാണ്. കുരങ്ങനുണ്ട്. അപ്പൊ നമുക്ക് കുരങ്ങനെ കാണാട്ടോ. വാമിനെ കുരങ്ങനെ കാണിച്ചു കൊടുക്കാം എന്തായാലും. അങ്ങനെ നടന്ന് ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ ഇവിടെ വെർവെറ്റ് മങ്കി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല ക്യൂട്ട് ഒരു കുരങ്ങൻ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, നല്ല അടിപൊളി, കാണാനായിട്ട് നല്ല ക്യൂട്ടാണ്. അവിടെ ഒരുത്തൻ്റെ ഇരുന്ന് മാന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചൊറിയുന്നുണ്ട്. വാവ്, നല്ല ക്യൂട്ട് സാധനം കേട്ടോ. നല്ല വെള്ള കളറില് ഒരു സിൽവർ കളറ് നോക്കി. അവിടെയൊക്കെ പിള്ളേർ ഒന്ന് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. കുരങ്ങൻ ടാറ്റ കൊടുത്തേ മാമി. ടാറ്റാ ടാറ്റാ. ഞാൻ അതെന്തോ എടുത്തല്ലോ. കണ്ടോ മാമി? മാമി ടാറ്റ കൊടുത്തേ മാമി. അവൻ എന്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ സാധനം. എന്തൊക്കെ എടുക്കുന്നുണ്ട് ആശാൻ.
വാവ് 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 യാവ്. ഏ അവിടെ ഉണ്ട്. ഒരു ടാറ്റ കൊടുത്തേ മാമി, ടാറ്റ കൊടുക്ക്, ടാറ്റ ടാറ്റ പറ. ഇത് നല്ല ചൊറിച്ചിലാണ്, എന്തൊക്കെയോ ചൊറിയുന്നുണ്ട് എന്തായാലും. ഓ അമ്മോ, ആ കൊറേ ഉണ്ട് കേട്ടോ സാധനം. കളിക്കുന്നു നോക്കി. അയ്യോ അയ്യോ, അവിടെ നിന്ന് എന്തൊക്കെ കളിച്ചിട്ട് എന്ത് ഓട്ടാലേ, എന്ത് ചാട്ടം നോക്കി. അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട്, പിള്ളേർക്കൊക്കെ കണ്ട് രസിക്കാനായിട്ടുള്ളതുണ്ട് കേട്ടോ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല എല്ലാവർക്കും. ഇതൊരു ട്രാവൽ ബ്ലോഗോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് ബ്ലോഗോ അങ്ങനത്തെ സംഭവങ്ങളൊന്നല്ല. ഇത് ജസ്റ്റ് ഒരു ലൈഫ് സ്റ്റൈൽ ഫാമിലി വ്ളോഗ് പോലെ എടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വാമീനെ കൊണ്ടുപോയിട്ട് വാമീനെ കുറച്ച് ഇതുകളെ കാണിക്കാന്ന് വെച്ചപ്പോൾ അതിന്റെ ഒരു വീഡിയോ എടുക്കാം. കാരണം അല്ലെങ്കിൽ പിന്നെ കുറെ കാലത്തേക്ക് വീഡിയോ ഇല്ലാത്ത രീതിയായി പോയാലോ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ട്രിപ്പ് പോയി വന്നതിന് ശേഷം വേറെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതേ ഇവിടെ നിൽക്കുന്നത് നോക്കിയേ, ഇത് കണ്ടോ, ജിറാഫ് സാധനം നിൽക്കുന്ന നോക്കിയേ. ജിറാഫ് ഉണ്ടോ, അങ്ങപ്പറേ അതേ അങ്ങപ്പറേ രണ്ടെണ്ണം മാറി നിൽക്കുന്നുണ്ട്. പിന്നെ അതേ ഇവിടെയും രണ്ടെണ്ണം മാറി നിൽക്കുന്നുണ്ട്. ഇത് രണ്ട് എണ്ണകളാണെന്ന് തോന്നുന്നു. സോ അതുകൊണ്ടാണ് രണ്ടെണ്ണം അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, അവിടെ രണ്ടെണ്ണം അപ്പുറത്തും മാറി നിൽക്കുന്നുണ്ട്. ഓ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. മാമിക്കുട്ടി ഇതേ കല്ല് പറക്കി ഇട്ടുകൊണ്ടിരിക്കുവാണ്, അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുവാണ് വാമി. വാമി കം കം ലെറ്റ്സ് ഗോ വാമി കം. ചെളിവെള്ളം കണ്ട്, അവിടെ ചെളിവെള്ളം കണ്ടു കഴിഞ്ഞപ്പം അതിലേക്ക് ഇറങ്ങി പുള്ളിക്കാരി കൈയിടാൻ പോയതാണ്. അപ്പോഴേക്കും തിരിച്ചു കൊണ്ടുവന്നു. ദേ ഇറങ്ങാൻ പോണ് കണ്ടോ. ഇതാണ് അവളുടെ കുറുമ്പ്. വാ. കേപ്പ് ടൗൺ സെന്ററിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. പാളിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ജിറാഫ് പാർക്ക് ഇരിക്കുന്നത്. നമ്മൾ ക്രൊക്കഡൈൽ ഫാം ഒക്കെ കാണിച്ചില്ലായിരുന്നോ, നമ്മളുടെ പണ്ടത്തെ വീഡിയോസിൽ കിടക്കുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻസിൽ. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാവരും നിങ്ങൾക്ക് പോയി കാണണം. ക്രൊക്കഡൈൽ പാർക്കും നല്ല അടിപൊളിയായിരുന്നു. ക്രൊക്കഡൈൽ പാർക്കിന്റെ ഏകദേശം അടുത്തായിട്ടാണ് ഈ ജിറാഫ് പാർക്ക്. ഇവിടെ ലയൺസ് പാർക്ക് ഒക്കെ ഉണ്ട്. ലയൺസ് പാർക്കൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. അതിന്റെ ഒക്കെ ഒരു ഏകദേശം ഒരു അടുത്താണ് ഈ ജിറാഫ് പാർക്കും ഇരിക്കുന്നത് കേട്ടോ. ജിറാഫ് പാർക്ക് ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് 16 കിലോമീറ്ററിന്റെ ഏകദേശം 16 കിലോമീറ്റർ 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഉച്ചയാകാറായപ്പോഴേക്കും ഞങ്ങൾ വാമീനെ കൊണ്ടുവന്ന് കാണിക്കാം. ഇതുവരെ കാണിച്ചിട്ടില്ലായിരുന്നു വാമീനെ. ജിറാഫിനെ കാണിക്കാന്ന് വിചാരിച്ചു ഇങ്ങോട്ട് വന്നത്. ഈ ജിറാഫിനോടും ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നീങ്ങുവാണ്. അവിടെ കുറച്ച് സീബ്രകൾ ഉണ്ട്. അപ്പൊ ആ സീബ്രകളെയും കൂടി കാണിച്ചു കൊടുക്കാം നമുക്ക് വാമിക്കിനെ. ദേ അങ്ങപ്പുറത്തെ സീബ്രാസ് ഉണ്ട്. ദേ കണ്ടോ, അപ്പുറത്ത് സീബ്രാസ് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സീബ്രയുടെ അടുത്തേക്ക് പോകാം. വാ. അങ്ങപ്പുറേ വേറൊരെണ്ണത്തിനെ മാറ്റിയിട്ടിട്ടുണ്ട്. അതിനെ അവിടെ അടുത്തേക്കൊന്നും വരാത്ത രീതിയിൽ ഇട്ടേക്കുന്നത്. ഒരു ചെറുതാണ്, പിന്നെ അതിന്റെ ഡിസൈനിലും വ്യത്യാസമുണ്ട്. അപ്പൊ മിക്കതും വേറെ ഏതെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ചെറുതായതുകൊണ്ടായിരിക്കാം മാറ്റിയിട്ടാക്കുന്നത്. ഇതേ കണ്ടോ, അതങ്ങ് നടക്കുക. അതങ്ങ് ദൂരെ, നമ്മളുടെ അടുത്തേക്കേ വരത്തില്ല. കാരണം ഈ ഒരു ഇതിലല്ല, അത് അങ്ങ് മറിച്ച് വേറെ മാറ്റിയിട്ടിരിക്കും കേട്ടോ. കണ്ടോ, ഇരിക്കും അത് ചെറുതായിരിക്കും. കാരണം ദേ ഈ ഇതിന്റെ സൈസ് കണ്ടോ, ഇതിന്റെ സൈസ് വലിയതാണ്. ഇതാ കാണുന്നതിന്റെ സൈസ് ചെറുതും. ഇവിടെ ദേ കണ്ടോ, ഇവിടെ ദേ ഗേറ്റ് വെച്ച് അടച്ചിട്ടാക്കും. അതുകൊണ്ട് ഇതിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല. അത് അവിടെ തന്നെ നിൽക്കുന്നത്. ഇപ്പം പോകുന്നത് ദേ അതിന്റെ അടുത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, അതിന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേപ്പ് എലാൻഡ് എന്നാട്ടോ ഇതിന്റെ പേര്. ഇതേ കണ്ടോ, കേപ്പ് എലാൻഡ് ഏകദേശം ഒരു നമ്മുടെ പശുവർഗത്തിലൊക്കെ പെട്ട ഐറ്റം ആണ്. പോത്തിന്റെ ഒക്കെ ഏകദേശം സൈസ് ഉണ്ട്. 2 കൊമ്പുണ്ട് ഇതിന്. അതിന്റെ ഷെൽട്ടർ ഇത് അവിടെയാണ് സെറ്റ് ചെയ്താകുന്നത്. പക്ഷെ ഇത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇത് സിംഗിൾ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഒരു എണേനെ കാണുന്നില്ല. ഇത് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുവാണ്. ഫുഡൊന്നും ഇതിലിട്ട് കൊടുത്തതായിട്ട് കണ്ടില്ല. എനിക്ക് തോന്നുന്ന ഫീഡിങ് ടൈം അവര് 3 മണിക്ക് അല്ല 2 മണിക്ക് പറഞ്ഞിട്ടില്ലേ, ആ ടൈമിൽ തന്നെ ആയിരിക്കും എല്ലാത്തിനും ഫീഡ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, വാമിതയ്ക്ക് വെള്ളത്തിൽ ഇറങ്ങണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവോ. വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞതിനാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്പ്രിംഗ് ബോക്കിന്റെ സ്ഥലമാണ്. ഇവിടെ അതിന്റെ ഉള്ളിൽ സീബ്രേനെ കാണാം. അതെങ്ങപ്പുറം മാറി ഐറ്റംസ് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ സ്പ്രിംഗ് ബോക്കിനെ ഞാൻ കണ്ടില്ല കേട്ടോ. സ്പ്രിംഗ് ബോക്ക് അങ്ങ് അവിടെ കാണുന്നത്. അയ്യോ, അത് ഇതിൽ ക്ലിയർ ആകത്തില്ല. ശരിക്കും ആ സാധനം ഇങ്ങോട്ടേക്ക് വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം അവിടെ എന്തോ വെച്ച് മറച്ചിട്ടുണ്ട്. ഇല്ല ഇങ്ങോട്ടേക്ക് വരും. സ്പ്രിംഗ് ബോക്ക് ഇത് ഇഷ്ടം പോലെ സ്പ്രിംഗ് ബോക്ക് നിൽക്കുന്നുണ്ട്. അടിപൊളിയാണ് അതിനെ കാണാൻ വേണ്ടി. ഉണ്ടോ, അവിടെ കൂട്ടത്തിൽ ഞാൻ സൂം ചെയ്തിട്ട് കൂട്ടത്തോടു കൂടി അങ്ങ് മാറിയാ നിൽക്കുന്നത്. ഐറ്റംസ് ഒക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു ചെറിയൊരു പിള്ളേർക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു പിക്നിക് ഏരിയ ആയിരുന്നു. അതെന്തായാലും കണ്ടു കഴിഞ്ഞു. അപ്പൊ നമുക്ക് നേരെ അവിടേക്ക് പോകാം. വാമിക്ക് വിശക്കുന്നുണ്ട്, ഞങ്ങൾക്കും വിശക്കുന്നുണ്ട്. അവിടുത്തെ കഫ്തീരിയയിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താവേ. ഇതിന്റെ പേര് മീർക്കാറ്റ് എന്നാ പേര്. ഇതൊരു മാമോ ഐറ്റം കേട്ടോ. മോംഗൂസ് എന്ന് പറഞ്ഞ ഫാമിലിയിൽ വരുന്ന ഐറ്റം ആണ്.
ഇതിനെ കണ്ടോ ഏകദേശം ഒരു നമ്മുടെ വലിയൊരു എലിയുടെ ഒക്കെ ഒരു ടൈപ്പില്ലേ, അല്ലെങ്കിൽ മരപ്പട്ടിയുടെ ഒക്കെ ഒരു പന്നീലി മോഡല് സാധനം കേട്ടോ. അപ്പോൾ ഇതേ ഗ്ലാസ്സിൽ ടച്ച് ചെയ്ത് വാമി വിളിക്ക്, വാമി അതിനെ വിളിക്ക്. അങ്ങനെയാണോ വിളിക്കുന്നത്? ഒച്ചയിൽ വിളിക്ക്, വാ വാ. എന്തോ ഇതിനെന്തോ വെജിറ്റബിൾസ് അല്ല ഇട്ട് കൊടുത്തേക്കുന്നത്, ക്യാരറ്റും അങ്ങനത്തെ സാധനങ്ങളാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അതാ കഴിക്കുന്നത്, മീറ്റും ഉണ്ട് അതിൽ മിക്സ്ഡാ. വാ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ എന്തേ മുതല, ഇവിടെ മുതല കണ്ടോ, മുതല. വാവ്, 2 മുതലയും പിന്നെ അതേ അവിടെ ഒരു ചെറിയൊരു മുതലയുണ്ട്. ഇവിടെ നോക്കി 2 യമണ്ടൻ മുതലകള് വെയിൽ കൊള്ളാൻ കിടക്കുവാണ്. അവിടെ ഒരു ചെറിയൊരു ലേക്ക് പോലെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് തണുക്കാൻ വേണ്ടി, ബോഡി തണുപ്പിക്കാൻ വേണ്ടി. മാമി ഇങ്ങനെ ഗ്ലാസ് ഡോറിൽ നിന്ന് കാണാനായിട്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ മാമി, മുതലെവിടെ എവിടെ ക്രൊക്കഡൈല്? ക്രൊക്കഡൈൽ കണ്ടോ? കിടക്കുന്നത് അലിഗേറ്റർ ആണേ, അലിഗേറ്ററാണ് കിടക്കുന്നത്. അത് മാറി കിടക്കുക, അത് വലിയ സൈസ് വരത്തില്ല, അത്രയൊക്കെ ഏകദേശം ഒരു ചെറിയ സൈസാണ്. നമ്മുടെ ക്രൊക്കഡൈൽ വീഡിയോയിൽ അത് കറക്റ്റ് ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. മറ്റേ കാട്ടുപന്നി എണീറ്റിരിക്കുന്നു കേട്ടോ. ഈ കാട്ടുപന്നി അയ്യോ, അതിന്റെ കൊമ്പ് നിൽക്കുന്നുണ്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അത് മുട്ടുകുത്തി ഇങ്ങനെ നിൽക്കുന്ന, ഫുഡ് കഴിക്കാൻ വേണ്ടി വേസ്റ്റ് ഒക്കെ എടുത്തല്ലേ കഴിക്കുന്നത്. അപ്പം മരമൊക്കെ കുത്തിയിട്ടിട്ട് അതിന്റെ ഇതെല്ലാം കഴിച്ചോണ്ടിരിക്കുക. നോക്കിയാ മുട്ടുകുത്തി നടക്കുന്ന സാധനം, എന്ത് സൈസ് ഉണ്ട് നോക്കിയാ. അതിന്റെ മുടിയൊക്കെ കിടക്കുന്നുണ്ട്, രോമം കിടക്കുന്നുണ്ടോ അല്ലേ? പ്രായമുള്ള സാധനം അത് അല്ലേ? അയ്യോ ദേ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ ഇവിടെ ഒരെണ്ണം നിൽക്കുന്നുണ്ടേ. അപ്പൊ നമുക്ക് കഫ്തീരിയയിലേക്ക് പോകാം. ഇവിടെ നിന്ന് പോകുന്നു. കണ്ടോ, ഓ സെറ്റ്. ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലായിരുന്നു, നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു കഫ്തീരിയ ഉണ്ട്. അവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല, കാരണം കണ്ടിട്ട് ഒരു ചെറിയൊരു കഫ്തീരിയാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മേടിച്ച് കഴിക്കാം. വാമിക്ക് കുറച്ച് ചിപ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മെയിൻ ഫുഡ് വാമിക്ക് കൊടുത്തിട്ടില്ല, ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ കൊടുക്കേണ്ടി വരും. എന്തായാലും ഇവിടെ വന്ന് നോക്കാം നമുക്ക് എന്താ ഉള്ളതെന്നുള്ളത്. കമോൺ ഗായ്സ്. ഇവിടെ കുറച്ച് ചിപ്സ് ഐറ്റംസ് ഒക്കെ കാണുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേ കുറച്ച് കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്. സോസ് വെച്ചിട്ടുള്ളതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഹലോ, കണ്ടോ, ഈ മെനുവിൽ കാണുന്ന ഐറ്റംസ് മാത്രമേ ഇവിടെ നമുക്ക് കിട്ടത്തുള്ളൂ. നിനക്ക് എന്താ വേണ്ട മെനു? ഒരു ഹോട്ട് ഡോഗും ചിപ്സും, ഹോട്ട് ഡോഗ് വിത്ത് ചിപ്സും, ഒരു ടോസ്റ്റഡ് സാൻഡ്വിച്ചും പറഞ്ഞു. മീനുവിന് ടോസ്റ്റഡ് സാൻഡ്വിച്ച് മതി എന്ന് പറഞ്ഞു, അതും പറഞ്ഞു. വാമിക്ക് പറ്റിയ ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് വാമിക്ക് ഞങ്ങൾ കൊണ്ടുവന്നാക്കുന്ന കുറച്ച് ചിപ്സിന്ന് അടുത്ത് എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ്, ഇതേപോലെ ഒരു ഓറഞ്ച് ജ്യൂസ്. നല്ലതാണോ അവിടെ? അല്ല കേട്ടോ, ഫ്ലേവറാ, റിയൽ ജ്യൂസ് അല്ല ശരിക്കും. അടുത്ത കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് കണ്ടോ ഷോപ്സ് ഉണ്ട്. ഇവിടെ ഞാൻ കോഫി പറഞ്ഞിട്ടുണ്ട്, കോഫിയും പിന്നെ ഒരു ചിക്കൻ പയ്യും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മറ്റേ ഫുഡ് നമ്മുടെ റെഡി ആകുന്നുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് നട്ട്സും അങ്ങനെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹാൻഡ് ക്രാഫ്റ്റ് സാധനങ്ങളും ഐറ്റംസും എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, കുഴപ്പമില്ലാത്ത ഒരു ഷോപ്പാണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. കുറച്ച് സുവനീറും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് കിട്ടും, അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ഷോപ്പാണ്. ജിറാഫിൻ്റെ കുറച്ച് ടോയ്സും പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി കണ്ടോ, ജിറാഫിൻ്റെ കുറച്ച് ടോയ്സ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന കടയിൽ നിന്ന് ഞാൻ ഒരു ക്യാപിച്ചിനോയും ഒരു ചിക്കൻ പയ്യും മേടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ മറ്റേ കടയിൽ നമ്മുടെ മെയിൻ ഓർഡർ കൊടുത്തേക്കുന്ന കടയിലേക്ക് പോകുവാണ്. അപ്പം അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും വാമീനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവള് വാമീനെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. വാമി പിള്ളേർക്ക് രാറ്റൊക്കെ കൊടുത്ത് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതാ വാമി ഇവിടെ സ്ഥലം പിടിച്ചു. ഇനി മറ്റേ ഫുഡ് റെഡി ആകുമ്പോഴേക്കും അത് മേടിച്ചിട്ട് വരട്ടെ. വാമിൻ്റെ അവിടെ ഇരുത്തി. വാമി അയ്യോ അത് ചൂട് 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 ചൂട്. വാമിക്ക് അതിൽ കുറച്ച് ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. വാമിക്ക് ഐസ്ക്രീം മേടിക്കണോടി, ഒരു ചോക്കോബാർ വാമിക്ക് മേടിച്ചു കൊടുക്കാം. വാമി ഇത് കഴിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അപ്പം ഞങ്ങൾക്ക് ഓർഡർ ചെയ്തത് കിട്ടി. ഞാനൊരു ഹോട്ട് ഡോഗും വിത്ത് ചിപ്സ് ആണ് പറഞ്ഞത്. പിന്നെ മീനും ചീസ് ആൻഡ് ബേക്കൺ സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോസ്റ്റഡ് സാൻഡ്വിച്ച് ആണ്, അതും വന്നു. പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് നേരത്തെ മേടിച്ചത്. പിന്നെ കാപ്പിയുടെ ഒരു ഓറഞ്ച് ജ്യൂസും ഒരു ക്യാപിച്ചിനോ അങ്ങ് മാറ്റി വെച്ചേക്കുന്നത് വാമി പിടിക്കുവാണ്. വാമി ഇവിടെ ഇരുന്ന് അവളുടെ ഫ്ലിങ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ മീനു? അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പം വലിയ ഫുഡൊന്നുമില്ല, വലിയ കാര്യമായിട്ട് ഫുഡൊന്നുമില്ല, ഇവിടെ കിട്ടുന്നല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് മേടിച്ചു അല്ലേ വാമി? വാമി ഒരു കടി കഴിച്ചു, ഇതൊക്കെ എന്നാ പോയി. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ്. ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് തുടങ്ങി വെച്ചു. മീൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു, വാമി കഴിച്ചുകൊണ്ടിരിക്കുന്നു.
ഞാനും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും സലാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റും ചെയ്യണം. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് ഞങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മുടെ വീഡിയോ അധികം റീച്ചിലേക്കൊന്നും എത്തുന്നില്ല. നിങ്ങൾക്ക് സൗത്ത് ആഫ്രിക്ക എന്നുള്ള നല്ല മനോഹരമായ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ ഷെയർ ചെയ്ത് വീഡിയോസ് എല്ലാം എല്ലാവരിലേക്ക് എത്തിക്കണം. എന്നാലേ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ വീഡിയോ നന്നായിട്ട് ചെയ്യാനായിട്ടും. സൗത്ത് ആഫ്രിക്കന്ന് ഉള്ള കാണാത്ത കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും എനിക്കൊരു ഒരു ഇത് കിട്ടും. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഓഫ് ടൈമിലൊക്കെയാണ് വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഇത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടാകും. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാനും നിങ്ങളിലേക്ക് എത്തിക്കാനും സൗത്ത് ആഫ്രിക്ക എന്നുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റും. ഇങ്ങനെ ഗൈസ് വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും നല്ല മനോഹരമായ ഒരു ദിവസം നേരുന്നു. വൺ ലൈഫ് ലിവ് വിത്ത് 007, ലിവ് ഇൻ ദ മൊമെന്റ്. ബൈ ബൈ മമ്മി, ബൈ ബൈ. ദുഃഖി മമ്മി, ബൈ ബൈ, ബൈ ബൈ. അതെ, ബൈ ബൈ. മാമി ബിസിയാ. ശരി ഗൈസ്, ബൈ.